ആശ്വാസത്തിന്റെ തൈലം പുരട്ടി, കാരുണ്യം കൊണ്ട് മുറിവുകൾ വച്ചുകെട്ടി, ഐക്യദാർഢ്യവും ജാഗ്രതാപൂർണമായ ശുശ്രൂഷയും കൊണ്ട് സുഖപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. തൻ്റെ അജഗണത്തിൻ്റെ ആത്മീയ ആരോഗ്യത്തോടൊപ്പം ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ചും ബദ്ധശ്രദ്ധനായിരുന്നു ദേവദാസൻ ജെറോം പിതാവ്. കർമ്മയോഗിയും ക്രാന്തദർശിയുമായ ഒരു വ്യക്തിയിൽ നിന്ന് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ വിടരുക സ്വാഭാവികം മാത്രം. സഹജീവികളെ തന്നെപ്പോലെ തന്നെ കാണുകയും അവരെ അടുത്തറിയുകയും ചെയ്യുമ്പോൾ ആന്തരിക വൈദ്യനും ആത്മാവിൻ്റെ രക്ഷകനുമായ ക്രിസ്തുവുമായി നാം കൂടുതൽ അടുക്കുന്നു. കാരണം നമ്മിലെ ദൈവിക ചൈതന്യമാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ പിൻഗാമിയും പുരോഹിതനുമായ ജെറോം പിതാവ് ക്രിസ്തുവിൻ്റെ മനോഭാവം ഹൃദയത്തിൽ സ്വീകരിച്ച് തൻ്റെ ജനത്തിൻ്റെ ഉന്നമനത്തിനായി, വിശിഷ്യ ആരോഗ്യ പരിപാലനത്തിനായി ചെയ്ത സേവന വഴികളിലൂടെ നമുക്ക് നന്ദിയോടെ, അതിലേറെ ആദരവോടെ ഒന്ന് സഞ്ചരിക്കാം. കൊല്ലത്ത് സ്വകാര്യ മേഖലയിൽ ആശുപത്രികൾ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ ആത്മീയ ഭിഷഗ്വരൻ്റെ മനസ്സിൽ ഇതൾ വിരിഞ്ഞതാണ് ഇന്ന് കൊല്ലം പട്ടണത്തിൽ ശിരസ്സുയർത്തി നിൽക്കുന്ന ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ. ബീച്ച് റോഡിൽ ഒരു ചെറിയ ഡിസ്പെൻസറിയായി തുടക്കം. തൻ്റെ മുൻഗാമിയായ അലോഷ്യസ് മരിയ ബെൻസിഗർ തിരുമേനിയുടെ നാമത്തിലാണ് അത് സ്ഥാപിച്ചത്. 13 ചെറിയ കെട്ടിടങ്ങൾ ചേർന്ന ഇവിടെ 13 കുടുംബങ്ങൾക്ക് താമസിച്ച് ചികിത്സ ലഭ്യമാക്കാനുള്ള സൗകര്യവും ഒരുക്കി. രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കൊല്ലത്തെ ആദ്യ സ്വകാര്യ ആശുപത്രിയായിരുന്നു ബെൻസിഗർ ഹോസ്പിറ്റൽ. ആതുര ശുശ്രൂഷ കൂടുതൽ ഫലവത്തും കാര്യക്ഷമവുമാക്കാൻ ആശുപത്രിയുടെ ഭരണ ചുമതല 1948 ഫെബ്രുവരി 12 വിമലഹൃദയ സന്യാസിനി സമൂഹത്തെ ഏൽപ്പിച്ചു. 1961 ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബെൻസിഗർ ആശുപത്രിയുടെ നിർമ്മാണം തുടങ്ങി. ആസ്ട്രിയയിലെ ഐൻസ്റ്റാഡ് രൂപതയുടെ ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ ലസ്ലോയുടെ സഹായത്തോടെയാണ് ഈ ഉദ്യമം സാധ്യമായത്. 1970 ഡിസംബർ 3 ബെൻസിഗർ നഴ്സിംഗ് സ്കൂളിൻ്റെ ശിലാസ്ഥാപന കർമ്മം ജെറോം പിതാവ് നിർവഹിച്ചു. റവറൻഡ് ഫാദർ ജോസഫ് ക്രൂസ്, റവറൻഡ് ഫാദർ ആന്റണി ഡൊമിനിക്, റവറൻഡ് ഫാദർ ഫെർഡിനാൻഡ് കായാവിൽ, റവറൻഡ് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ, റവറൻഡ് ഫാദർ അനിൽ ജോസ്, റവറൻഡ് ഫാദർ മനോജ് ആന്റണി, റവറൻഡ് ഫാദർ ജോസഫ് ഡെറ്റോ, റവറൻഡ് ഫാദർ ജോൺ ബ്രിട്ടോ എന്നിവർ ഇവിടെ ഡയറക്ടർമാരായി സേവനം ചെയ്തു. കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റൽ. ഹോളി ക്രോസ് സിസ്റ്റേഴ്സിന് കൊട്ടിയത്ത് സ്വന്തം നിലയിൽ ആശുപത്രി സ്ഥാപിക്കാൻ ജെറോം പിതാവ് 15 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തു. 1951 ഡിസംബർ 31 അവർ അവിടെ ഒരു ഡിസ്പെൻസറി സ്ഥാപിച്ചു. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ സ്വകാര്യ ആശുപത്രിയായി അത് വളർന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു. ഹോളിക്രോസ് ആശുപത്രി, അടൂർ. ഹോളിക്രോസ് സഹോദരിമാരുടെ സേവനം രൂപതയുടെ കിഴക്കൻ മേഖലകളിലും എത്തിക്കാൻ ജെറോം പിതാവ് ആഗ്രഹിച്ചു. അതിനായി സ്ഥാപിച്ചതാണ് ഇന്ന് പുനലൂർ രൂപതയിൽ അടൂർ എന്ന സ്ഥലത്തെ ഹോളിക്രോസ് ആശുപത്രി. ഇന്ന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു വലിയ ആശുപത്രിയായി അത് പരിലസിക്കുന്നു. ഏതാനും ആശുപത്രികൾ കാരുണ്യത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ അനുഭവം പകർന്ന് നിലകൊള്ളുന്നു. ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട്ടിൽ 1948 ക്വീൻ ഓഫ് ദി അപ്പോസ്റ്റലേറ്റ് സഭ തുടങ്ങിയ സെന്റ് ജോസഫ് കോൺവെന്റ് ഡിസ്പെൻസറിയാണ് ഇക്കൂട്ടത്തിൽ ആദ്യത്തേത്. സാധുക്കളായ രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ചികിത്സ ലഭ്യമാക്കാൻ സേവനോത്സുകരായ സിസ്റ്റേഴ്സിനെ ജെറോം പിതാവ് നിയോഗിച്ചു. 1964 ഹോളിക്രോസ് സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നീണ്ടകരയിൽ സെന്റ് സെബാസ്റ്റ്യൻ ഡിസ്പെൻസറി സ്ഥാപിച്ചു. അസീസി ആശുപത്രി, ചണ്ണപ്പേട്ട. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിന്ന കിഴക്കൻ മേഖലയിൽ 1963 വിമലഹൃദയ ഫ്രാൻസിസ്കൻ സന്യാസി സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയതാണ് ചണ്ണപ്പേട്ടയിലെ അസീസി ആശുപത്രി. 1965
ഒക്ടോബർ 24-ന് ഇത് 25 കിടക്കകളോട് കൂടിയ ആശുപത്രിയായി. 1985-ൽ അസീസി ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിംഗ് സ്കൂൾ എന്ന പേരിൽ ആരോഗ്യ വിദ്യാഭ്യാസ കേന്ദ്രവും ഇന്നിവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അരിനല്ലൂർ, കോയിവിള, പാട്ടക്കടവ്, പടിഞ്ഞാറേ കല്ലട, ശാസ്താംകോട്ട മുതലായ സ്ഥലങ്ങളും ആരോഗ്യരംഗത്ത് ഏറെ പിന്നോക്കമായിരുന്നു. ഈ കുറവ് നികത്താൻ ഫാദർ ജോസഫ് ക്രൂസിന്റെ സഹായത്തോടെ ഇതിനായി ജെറോം പിതാവ് സ്ഥലം കണ്ടെത്തി. അവിടം കേന്ദ്രമാക്കി തുടങ്ങിയതാണ് തേവലക്കരയിലെ ലോകരക്ഷക ആശുപത്രി. വിമലഹൃദയ ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സിനാണ് ഈ സ്ഥാപനത്തിന്റെ ചുമതല. 1970 ഓഗസ്റ്റ് 30-ന് ആരംഭിച്ച ഇത് ശസ്ത്രക്രിയ ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന മേജർ ആശുപത്രിയാണ്. സെന്റ് ജെറോം ആശുപത്രി, കുന്നം. മാവേലിക്കരയിലെ കുന്നം ആസ്ഥാനമാക്കി 1970 ഫെബ്രുവരി 22-ന് ആരംഭിച്ച സെന്റ് ജെറോം ആശുപത്രിയാണ് രൂപതയുടെ വടക്കേ അറ്റത്തുള്ള ആതുരാലയം. ഇന്ന് പുനലൂർ രൂപതയിലായിരിക്കുന്ന ഈ ആശുപത്രിയുടെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് തെരേസ് ആണ്. ഇന്ന് ഇത് ആയുർവേദ ആശുപത്രിയായി പ്രവർത്തിക്കുന്നു. ഉപഹാരമാത ആശുപത്രി, കിഴക്കേ കല്ലട. കല്ലട, മൺട്രോത്തുരുത്ത്, കോട്ടപ്പുറം, പടപ്പക്കര തുടങ്ങിയ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ക്യൂൻ ഓഫ് ദി അപ്പോസ്റ്റൽസ് സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ കിഴക്കേ കല്ലട കേന്ദ്രമാക്കി തുടങ്ങിയതാണ് ഉപഹാരമാത ആശുപത്രി. 1974 ജൂൺ 27-ന് അഭിവന്ദ്യ ജെറോം പിതാവ് ഇത് ആശീർവദിച്ചു. മരിയാനാം ആശുപത്രി, ശൂരനാട്. 1976 സെപ്റ്റംബർ 12-ന് പ്രവർത്തനം ആരംഭിച്ച ശൂരനാട് മരിയാനാം ആശുപത്രി മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് തെരേസ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സാണ് ഇതിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്. സെന്റ് ജോസഫ് ആശുപത്രി, ഇടമൺ. എളിയ നിലയിൽ ആരംഭിച്ചു അല്പനാളുകൾ കൊണ്ട് ബഹുനിലകളിൽ ശ്രദ്ധേയമാവുകയും ചെയ്ത ഇടമൺ സെന്റ് ജോസഫ് ആശുപത്രി തങ്കശ്ശേരിയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിലെ സന്യാസിനിമാരാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ആദ്യം വൈദ്യസഹായം എത്തിച്ചിരുന്നത്. നേത്രരോഗികൾക്ക് പ്രത്യേക പരിചരണം അത്യാവശ്യമാണെന്ന് ബോധ്യമായ ജെറോം പിതാവിൻ്റെ മഹാസംഭാവനയാണ് കൊല്ലത്തെ ഓസാനം ഐ സെന്റർ. ബെൻസിഗർ ആശുപത്രി, കോമൺവെൽത്ത് സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ്നസ്, വിൻസെന്റ് പോൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത സംരംഭമായി 1979 ഡിസംബർ 3-ന് തുടങ്ങിയ ഓസാനം ഐ സെന്റർ ദക്ഷിണേന്ത്യയിലെ മികച്ച കണ്ണാശുപത്രിയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന സംരംഭങ്ങളും ജെറോം പിതാവ് തുടങ്ങിവെച്ചു. ബെൻസിഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ്, കൊട്ടിയത്തെ ലൂർദ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, ചണ്ണപ്പേട്ടയിലെ അസീസി ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിംഗ് സ്കൂൾ തുടങ്ങിയവ ഉദാഹരണങ്ങൾ. സാമൂഹിക പ്രതിബദ്ധതയും ചികിത്സ പദ്ധതിയെക്കുറിച്ചുള്ള ഈ ഉൾക്കാഴ്ചയും ഉത്തരവാദിത്വവും ദക്ഷിണശാലികൾക്കുള്ളതാണ്. ജെറോം പിതാവിൻ്റെ മുഖമുദ്രയും ഇതുതന്നെ. ലോകം ഇത്ര വികസനം പ്രാപിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ തൻ്റെ അജഗണത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കായി ആതുര സേവനത്തിൻ്റെ വിവിധ വാതായനങ്ങൾ തുറന്നിട്ട ദേവദാസൻ ജെറോം പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിനു മുൻപിൽ ശിരസ് നമിച്ച് ആ പുണ്യാത്മാവിൻ്റെ ദീപ്തസ്മരണയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ച് നമുക്ക് നടന്നു നീങ്ങാം. നന്ദി.